സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പേജ് നമ്പർ 28 ലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ലോവസ്റ്റ് ടേംസ്. ചുവടെയുള്ള ഭിന്നസംഖ്യകളുടെ ലഘുരൂപം കണക്കാക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 32/64 അതൊന്ന് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന 32/64 എന്ന് പറയുന്ന ഈ രണ്ട് നമ്പറും ഈവൻ നമ്പറാണ്, അതായത് ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2ൻ്റെയോ 4ൻ്റെയോ ഒക്കെ ടേബിൾ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് 2ൻ്റെ ടേബിൾ എടുത്തൊന്ന് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്കൊരു മെസ്സേജിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് 2ൻ്റെ മാത്രം എടുക്കുന്നതെന്ന്. 2ൻ്റെ ടേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ 2ൻ്റെ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് 4ൻ്റെയോ അല്ലെങ്കിൽ അതിന് കൂടുതൽ വലിയ സംഖ്യകളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ 2ൻ്റെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ 2ൻ്റെ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ 32നെ 2 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കാം. 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 × 2 ആണ് 2 വരുന്നത് അല്ലേ. അപ്പോൾ 3യുടെ അടിയിൽ എഴുതി മൈനസ് ചെയ്യുമ്പോൾ 1 വന്നു, ഈ 2 താഴേക്ക് ഇറക്കി എഴുതി, അവിടെ 12 വന്നു. 2 × 6 ആണ് 12 വരുന്നത്, അപ്പോൾ ഇവിടെ 0 വന്നു. ഇനി നമുക്ക് 2നെ 64 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. 64 ഹരണം 2, അതായത് ഡിവിഷൻ 2 വരുമ്പോൾ 2 × 3 ആണ് 6 വരുന്നത്, മൈനസ് ചെയ്യുമ്പോൾ 0 വന്നു. 4 ഇറക്കി എഴുതി, 2 × 2 ആണ് 4 വരുന്നത്, അപ്പോൾ ഇവിടെ 0 വന്നു. അപ്പോൾ നമ്മൾ 2ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം 2 × 16 32 ആണ്. അതുപോലെ 2 × 32 64 കിട്ടും. അപ്പോൾ ഇതിൽ ഈ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 16/32 നമുക്ക് കിട്ടും അല്ലേ. അതിന് നമ്മൾ എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് 16/32 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 4ൻ്റെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ൻ്റെ ടേബിളിൽ 4 × 4 16 വരുന്നുണ്ട്, 8 × 4 32 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4ൻ്റെ ടേബിൾ എടുക്കാം. ഇനിയിപ്പോൾ 4ൻ്റെ ടേബിൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും 2 വെച്ച് തന്നെ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ 4ൻ്റെ ടേബിൾ എടുത്തിരിക്കുകയാണ് ഞാൻ. 4 × 4 16 വരും, 4 × 8 ആണ് 32 വരുന്നത് അല്ലേ. അപ്പോൾ ഈ 4 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 4/8 ആണ് വരുന്നത്. 4/8 വരുമ്പോൾ നമുക്ക് 4 നമുക്ക് 2 × 2 4, 2 × 4 8 എന്ന് എഴുതാം. ഇനി നമുക്ക് നേരെ മറിച്ച് 4ൻ്റെ ടേബിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 × 4 4 വരും, 2 × 4 8 വരും. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2ആണ് എടുക്കുന്നതെങ്കിൽ ഈ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 2/4 വരും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ 2ൻ്റെ ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 4നെ വീണ്ടും ചെറുതാക്കാണ്. 1 × 2 2, 2 × 2 4 വരും. അപ്പോൾ ഇതിലെ ഈ 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെയായാലും 1/2 തന്നെയാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നേരെ മറിച്ച് 4ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 × 4 4 വരും, 2 × 4 8 വരും അല്ലേ. അപ്പോൾ ഇവിടെ ഈ 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 വരും. അപ്പോൾ ഇവിടെ 32/64ൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് 1/2 ആണ്. അതായത് അതിൻ്റെ ലഘുരൂപം എന്ന് പറയുന്നത് 1/2 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 32/64ൻ്റെ ലോവസ്റ്റ് ഫോം ലഘുരൂപം എന്ന് പറയുന്നത് 1/2 കിട്ടി. അടുത്ത് തന്നിരിക്കുന്നത് 27/81 ആണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയായിട്ടുള്ള, അതായത് ഫ്രാക്ഷൻ നമ്പർ ആയിട്ടുള്ള 27/81 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ല, അതായത് ഒരു ഇരട്ട സംഖ്യ അല്ല. അത് റൈറ്റ് സൈഡിൽ 7ഉം 1ഉം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ഓഡ് നമ്പർ ആണല്ലേ, ഒറ്റ സംഖ്യ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് 3യുടെ ടേബിൾ ഒന്ന് നോക്കാം. നമുക്ക് 3ൻ്റെ ടേബിൾ നോക്കുമ്പോൾ 9 × 3 27 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ 3 × 2 6 വരും, മൈനസ് ചെയ്യുമ്പോൾ 2 വരുന്നുണ്ട്, 1 ഇറക്കി എഴുതി. 3 × 7 21, മൈനസ് ചെയ്യുമ്പോൾ 0 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 3 × 9 27, 3 × 27 ആണ് 81 വരുന്നത്. ഈ 3യും ക്യാൻസൽ ചെയ്യുമ്പോൾ 9/27 വരും. അപ്പോൾ നമുക്ക് ഇനി 9/27നെ വീണ്ടും നമുക്ക് ചെറുതാക്കണം. അതായത് 3 × 3 ആണ് 9 വരുന്നത് അല്ലേ. 3 × 9 ആണ് 27 വരുന്നത്. അപ്പോൾ ഈ 3ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3/9 വരും. ആ 3/9 എഴുതി നമുക്ക് 3 × 1 3 എന്ന് എഴുതാം. 3 × 3 ആണ് 9 വരുന്നത് അല്ലേ. ഈ 3യും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 ആണ് 27/81ൻ്റെ ലോവസ്റ്റ് ഫോം എന്ന് പറഞ്ഞ് കിട്ടണത് നമുക്ക്, അതായത് ലഘുരൂപമായിട്ട് കിട്ടണത്. 27/81ൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/3 ആണ്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 30/45 അതിൻ്റെ ലഘുരൂപം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത നമ്പർ തന്നിരിക്കുന്നത് 30/45 ഇവിടെ റൈറ്റ് സൈഡിൽ 0യും 5ഉം വന്നതുകൊണ്ട് തന്നെ നമുക്ക് 5ൻ്റെ ടേബിൾ എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. 5 × 6 30 വരുന്നത്, 5 × 9 45 വരുന്നത്. അപ്പോൾ ഈ 5ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 6/9 6/9 എഴുതി. 3 × 2 6 വരുന്നത്, 3 × 3 9 വരും. 3 ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 2/3. 30/45ൻ്റെ ലോവസ്റ്റ് ഫോമാണ് 2/3. അടുത്ത് നോക്കിയാലോ. അടുത്ത് നമുക്ക് തന്നിട്ടുള്ളത് 12/21 അല്ലേ. ഇവിടെ ഒരെണ്ണം ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്, പക്ഷേ ഒരെണ്ണം ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2ൻ്റെ ടേബിൾ എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 3ൻ്റെ അടുത്തൊന്ന് ചെയ്ത് നോക്കാം. അതായത് 3 × 4 12 വരുന്നത്, 3 × 7 21 വരുന്നത്. 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 4/7 12/21ൻ്റെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. 45/54 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ഓഡ് നമ്പറാണ് അല്ലേ, അതായത് ഒറ്റ സംഖ്യയാണ്. 4 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് 2ൻ്റെ ടേബിൾ എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 3ൻ്റെ അടുത്തൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 45നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 3 × 1 3 വരും അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ 1 വന്നു, 5 ഇറക്കി എഴുതി. 3 × 5 15 വരുന്നത്, മൈനസ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ നമുക്ക് 3 × 15 45 വന്നു. ഇനി നമുക്ക് 54നെ ചെയ്ത് നോക്കണം. 3 × 1 3 വന്നു. അതിന് ശേഷം 5ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 2 വന്നു. 4നെ ഇറക്കി എഴുതി. 3 × 8 24 വരുന്നത്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 0 വന്നു. അപ്പോൾ 3 × 18 54 വരുന്നത്. അത് നമുക്ക് ഇവിടേക്ക് എടുത്ത് എഴുതാം. അതായത് 45/54 നമുക്ക് 3 × 15 എന്നും 54നെ 3 × 18 എന്നും എഴുതാം. അപ്പോൾ ഇതിലെ 3 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 15/18. അപ്പോൾ നമുക്കിതിനെ വീണ്ടും 3 വെച്ച് തന്നെ ചെയ്ത് നോക്കാം. അതായത് 3 × 5 15 വരും, 3 × 6 18 വരും. 3 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5/6. അപ്പോൾ 45/54ൻ്റെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത് 5/6 വരുന്നത്. മനസ്സിലായല്ലോ.